മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഉറപ്പാണ്. എന്റെ വീട്ടിലെ എന്റെ ഉമ്മയുടെ ഉമ്മ മരിക്കുമ്പോഴും ഞാൻ അവിടെയുണ്ട്. അവിടുന്ന് വലിയ മാലയോതിയിരുന്ന മഹദിയാണ്. കാഴ്ച കുറഞ്ഞപ്പോഴും ഖുർആൻ അവിടുന്ന് ഓതാൻ പറ്റുമായിരുന്നു. ഏറെ ഖുർആൻ ഓതിയവരാണ്, മഹാന്മാരുടെ മൗലിദോതിയവരാണ്. അവരും സൂറത്തുൽ മുൽക്ക് കേട്ടുകൊണ്ട് കിടക്കേ അതാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെടുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയനുസരിച്ച് ജീവിച്ചവര്, മാല ചൊല്ലി ജീവിച്ചവര്, കലിമ ചൊല്ലി മരിക്കുന്നത് കണ്ട അനുഭവം നമുക്കുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉപ്പാന്റെയും വലിയുപ്പാന്റെയും ഒക്കെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. എനിക്ക് യഥാർത്ഥത്തിൽ കിതാബുകളിൽ കണ്ടതിനേക്കാൾ വലിയൊരു സമാധാനം കണ്ടത് ഉപ്പാന്റെ തന്നെ മരണമാണ്, ഉസ്താദുമാരുടെ മരണമാണ്. ഞങ്ങളുടെ ഗുരുവര്യന്മാര് അതാ ഞങ്ങൾക്ക് കിതാബ് ഓതിയിട്ട് തവസ്സുലും ഇസ്തിഗാസയും സ്ഥിരപ്പെടുത്തി തന്ന ഉസ്താദുമാര് ഉളൂഓടെ സുബഹി കഴിഞ്ഞിട്ട് തരുവറ അഹമ്മദ് ഉസ്താദ് പറയുന്നു ഭാര്യയെ വിളിച്ച്, ഇനി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, എന്റെ ഉളൂ മുറിയാൻ പാടില്ല, ഞാൻ യാത്രയാകാൻ പോവുകയാണ്. കയ്യും കെട്ടി കിടന്നിട്ട് കലിമ ചൊല്ലി അങ്ങ് യാത്ര ചോദിക്കുകയാണ്. അത് ഞങ്ങളുടെ മാർഗദർശികളാണ്, അത് ഞങ്ങൾക്ക് വലിയ തെളിവാണ്. ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് കലിമ ചൊല്ലി മരിച്ച അനുഭവം ഇപ്പൊ ഈ സദസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും. ഇനിയും വേണോ വേറെ തെളിവ്? അതുകൊണ്ട് നല്ല ഉറപ്പോടെ ജീവിക്കണം. തഴവ ഉസ്താദ് ജീവിച്ച നാടല്ലേ, അവിടുന്ന് മൗലിദിന് തെളിവെഴുതിയവരല്ലേ, വീട്ടിൽ ഖുതുബിയത്ത് നടത്തിയവരല്ലേ, റാത്തീബ് നടത്തിയവരല്ലേ. എത്ര ഇസ്സത്തോടെ ജീവിച്ചിട്ട് ഈമാനിന്റെ ലക്ഷണങ്ങളോടെ മരണപ്പെട്ടില്ലേ? പോരേ തെളിവ്? റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നില്ലേ? അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ഏറെ ദർശനങ്ങൾ നൽകിയില്ലേ? അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് അവറുകൾ കേട്ടിട്ടില്ലേ അവിടുത്തെ സൂക്ഷ്മത? ശംസുൽ ഉലമാ കെ അബൂബക്കർ ഉസ്താദ് അവറുകൾ അവിടുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സ്ഥിരപ്പെടുത്തിയ വലിയ അലിമായിരുന്നില്ലേ? താജുൽ ഉലമാ അതാ ഈമാൻ കൊണ്ട് ഖൽബ് ലംഘി മരിക്കണമെന്ന് ദുആ ചെയ്ത് പ്രഭാവത്തോടെ മരിച്ചത് നമ്മൾ, വഫാത്തായത് നമ്മൾ കണ്ടില്ലേ, അറിഞ്ഞില്ലേ? ഇതൊക്കെ പോരെ നമ്മുടെ മനസ്സമാധാനത്തിന്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അറിയപ്പെടുന്നത് ബിജനായിസിഹിം, അവരുടെ ജനാസ കൊണ്ടാണെന്ന്. മക്കയിലെ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ വിയോഗം നമുക്കൊരു പാഠമല്ലേ? അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങളുടെ വിയോഗം അതാ അറബ് പത്രത്തിൽ എഴുതിയത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. സഈദ റൂഹുഹു ഇലല്ലാഹ്, അറബി പത്രം എഴുതുകയാണ്, അദ്ദേഹത്തിന്റെ റൂഹ് അല്ലാഹുവിലെ